जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी यशोतनन्दन व्रजजनरञ्जन हरे कृष्ण यशोतनन्दन व्रजजनरञ्जन यमुनतीरा वनचारी जय हरि हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गौर हरिबो 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 नित्य गौर हरिबो नित्य गौर हरिबो 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 नित्य गौर हरिबो ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ കുറച്ച് കേൾക്കാം. കേൾക്കാൻ വോയിസ് ഉണ്ട്, വീഡിയോ ഇല്ല. ഞാൻ ഓൺ ചെയ്യാം പ്രഭു, അത് ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. യെസ് താങ്ക് യു. താങ്ക് യു പ്രഭു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാൻറ്റോയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ 9ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ 1:3:14. അപ്പൊ ഇതില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൃഥു മഹാരാജിന്റെ അവതാരമാണ്. ഭഗവാന്റെ 9ാമത്തെ അവതാരമായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് പ്രഭുപാദിന്റെ ശ്ലോകത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ അത് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് കിട്ടുന്ന മെസ്സേജ് നമുക്ക് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസും ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും ഇത് നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. 3 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ നമുക്ക് പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതി സേവയ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. 1
3:14. ऋषिभिर्याचितो भेजे नवं पार्थिवं वपुः दुग्धेमं ओषिधिर्विप्रास्तेनायं सा उषात्तमः ऋषिभिर्याचितो भेजे नवं पार्थिवं वपुः दुग्धेमं ओषिधो विप्रास्तेनेयं चा उषात्तमः ऋषिभिर्याचितो भेजे नवमं पार्थिवं वपुः दुग्धेमं ओषिधिर्विप्रास्तेनेयं सा ഉഷാത്തമാ. വേഡ് ബൈ മീനിങ് വായിക്കാം. ഋഷിമാരാൽ, യാചിതഃ പ്രാർത്ഥിക്കയാൽ, ഭേജെ സ്വീകരിച്ചു, നവമം ഒമ്പതാം, പാർത്ഥിവം ഭൂമിയുടെ, ഭരണകർത്താവ് അഥവാ രാജാവ്, വപുഹു ശരീരം, ദുഗ്ധ പാൽ കറക്കൽ, ഇമാം ഇവയൊക്കെ, ഔഷധി ഭൗമോൽപ്പന്നങ്ങൾ, വിപ്രഹ അല്ലയോ ബ്രാഹ്മണരെ, തേന വഴിയെ, അയം ഈ സഹ അവൻ, ഉഷത്തമഹ മനോഹരമായി ആകർഷമാം വിധം മനോഹരം. വിവർത്തനം ശില പ്രഭുപാദിക്ക് ജയ്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, സന്യാസിമാരുടെ പ്രാർത്ഥനയാൽ ഒമ്പതാമത്തെ അവതാരത്തിൽ ഭൂമിയെ സംസ്കരിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ വിളവ് ചെയ്യിപ്പിച്ച ഭഗവാൻ ഒരു രാജാവിന്റെ അഥവാ പൃഥു എന്ന രാജാവിന്റെ ശരീരം സ്വീകരിച്ചു. അക്കാരണത്താൽ ഭൂമി മനോഹരവും ആകർഷവുമായി തീർന്നു. ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കീ ജയ്. പൃഥു മഹാരാജിന്റെ ആഗമനത്തിന് മുമ്പ് മുൻ രാജാവിന്റെ അഥവാ പൃഥുവിന്റെ പിതാവിന്റെ ദുർവൃത്തമായ ജീവിത നിമിത്തം ദുർഭരണമെന്ന മഹാനാശമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ദീക്ഷണശാലികളായ വ്യക്തിഗണങ്ങൾ ഭഗവാന്റെ അവതാരത്തിനായി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, മുൻ രാജാവിനെ സിംഹാസന ഭ്രഷ്ടനാക്കുകയും ചെയ്തു. പ്രജകളുടെ സർവക്ഷേമവും സംരക്ഷണവും പരിപാലിക്കുക എന്നത് രാജാവിന്റെ കർത്തവ്യമാകുന്നു. തന്റെ കർത്തവ്യ നിർവഹണത്തിൽ രാജാവിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉപേക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായാൽ വിവേകവർത്തത്തിൽ ചേർന്ന വ്യക്തികൾ നിശ്ചയമായും അദ്ദേഹത്തെ സിംഹാസനഭ്രഷ്ടനാക്കണം. എങ്കിലും പൊതുജനക്ഷേമാർത്ഥമായ നിരവധി കർത്തവ്യങ്ങളുള്ളതാകയാൽ ദീക്ഷണശാലി ഗണത്തിലുള്ളവർ രാജകിരീടം കൈയാളുകയില്ല. രാജകിരീടം കൈവശപ്പെടുത്തുന്നതിനു പകരം അവർ ഭഗവത് അവതാരത്തിനായി പ്രാർത്ഥിച്ചതിനാൽ ഭഗവാൻ സ്വയം മഹാരാജാവ് പൃഥുവായി അവതരിച്ചു. യഥാർത്ഥ വിവേകി തലത്തിൽപ്പെട്ടവർ അഥവാ യോഗ്യരായ ബ്രാഹ്മണർ ഒരിക്കലും രാഷ്ട്രീയ പദവികൾ മോഹിക്കാറില്ല. പൃഥു മഹാരാജാവ് നിരവധി ഭൗമോൽപ്പന്നങ്ങൾ ചെയ്തെടുക്കുകയും അപ്രകാരം ഒരു ഉത്തമ രാജാവായി പ്രജകളെ സന്തോഷിപ്പിക്കുന്നു മാത്രമല്ല, ഭൂമിയെ ആകെ മനോഹരവും ആകർഷകവുമായി തീർക്കുകയും ചെയ്തു. ശില പ്രഭുപാദ് കീ ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന മൂലതലേ സ്വയം രൂപകഥാമഹ്യം തഥാ ദിശോപതാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീവിധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗുണരഘുനാനാദിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗുണലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് പ്രഭുപാദ് പെർഫെക്റ്റിലും ട്രാൻസ്ലേഷനിലും പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ആദ്യം നോക്കാം. ട്രാൻസ്ലേഷൻ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ 9ാമത്തെ അവതാരമാണ് പൃഥു മഹാരാജ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് പൃഥു മഹാരാജ് എങ്ങനെയായിരുന്നു വന്നത്. പൃഥു മഹാരാജ് വന്നതിന് ശേഷം, അദ്ദേഹത്തിന്റെ അവതാരം എടുത്തതിന് ശേഷം, പൃഥു മഹാരാജ് വന്നതിന് ശേഷം
ഒരുപാട് ഭൂമിയെ വളരെ മനോഹരമായ രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യുകയും അതിന്ന് ഒരുപാട് ധാന്യങ്ങളും വിളകളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുവഴി എന്ത് പറ്റി? ഭൂമി വളരെ മനോഹരമായ രീതിയിൽ വന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ട്രാൻസ്ലേഷൻ വിവർത്തനത്തിൽ പറയുന്നത്. ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഭഗവാൻ ഈ അവതാരം എടുത്തതും അവതാരം എടുത്തിട്ട് എന്താണ് ഭഗവാൻ ചെയ്തതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പൃഥു മഹാരാജ് വരുന്നതിന് മുന്നേ ഇതിന് മുന്നത്തെ രാജാവ്, അതായത് പൃഥു മഹാരാജാവിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് വളരെ മോശമായിട്ടുള്ളൊരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ മോശമായിട്ടുള്ള ഭരണം ഉണ്ടാവുകയും അത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവതാരം എടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇൻ്റലിജൻറ്റ് ക്ലാസ് ഓഫ് മെൻ എന്ന് പറയും, അതായത് മുനിമാര്, അല്ലാത്ത ബ്രാഹ്മണന്മാര്, ഭഗവാന്റെ സേവ ചെയ്യുന്നവർ, ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ അവതാരം വേണമെന്ന് പറയുക. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ആളിനെ സ്ഥാനഭ്രംഷ്ടനാക്കുകയും ചെയ്തു. സ്ഥലത്ത് രാജാവായിരുന്ന ആളിനെ മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡീത്രോൺ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രഭുപാദ് ഇവിടെ പറയുന്ന ഒരു രാജാവിൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. രാജാവ് എങ്ങനെ ആയിരിക്കണം? ആ രാജാവ് എന്ന് പറയുന്നത് പയസ്സായിരിക്കണം. പയസ്സെന്ന് പറയുമ്പോൾ എന്ത് പറയും, വളരെ സൗമ്യനായിരിക്കണം, എല്ലാവരുടെ കാരുണ്യമുള്ള ആളായിരിക്കണം, എല്ലാ പ്രജകളെയും നോക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കി അവർ ഹാപ്പി ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇതായിരിക്കണം ഒരു രാജാവ് എന്നുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ കാലമായിട്ട് ചിന്തിക്കേണ്ട, ഇത് സത്യയോഗമാണ്. ഇക്കാലത്തിൽ കലിയുഗത്തിൽ അങ്ങനെയൊന്നും ഇല്ല. നിസ്വാർത്ഥനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ കാലത്ത് അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുക. ഈവൻ രാജ്യഭരണമായാലും രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെ എന്താണ് അടുത്ത് പറയുന്നത്? ഇവിടെ പ്രഭുപാദ് പറയുന്നത്, എപ്പോഴാണോ ഈ നെഗ്ലിജൻസ് നടക്കുന്നത് അപ്പോൾ ആ സമയത്തുള്ള ഇൻ്റലിജൻറ്റ് ക്ലാസ് ഓഫ് മെൻ, അതായത് ബുദ്ധിയുള്ള ആളുകൾ, മുനിമാര്, ബ്രാഹ്മണന്മാര്, അത് ഭഗവാനേ ശരണം എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അവരെന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ സ്ഥാനഭ്രംഷ്ടരാക്കും. അവരപ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്യും. അവരൊരുമിച്ച് കൂടിയിട്ട് അവർ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവർ വന്നിട്ട് ഈ രാജാവിനെ പുറത്താക്കിയിട്ട് ഒരിക്കലും ഇവർ രാജഭരണം ഏറ്റെടുക്കില്ല. ഈ സന്യാസിമാരും മുനിമാരും ഒരിക്കലും ഒരാളിനെ പുറത്താക്കിയിട്ട്, നമ്മുടെ നാട്ടിലെ ചില നമ്മൾ കാണുന്ന എന്താണ്, ലോകത്തിന്റെ എവിടെ ആയാലും ഭൂമിയിൽ ഇപ്പോൾ കാണുന്നത്, ഒരാളെ ഭരണത്തിൽ നിന്ന് മാറ്റിയിട്ട് മാറ്റുന്ന ആളെന്താണ്, അയാൾ കയറി ഭരിക്കും. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ബുദ്ധിയുള്ളവർ, ഇന്റലിജന്റ് ക്ലാസ്, അവർക്കെന്ന് വെച്ചാൽ അവർക്ക് ഇതിലും വലിയ ഡ്യൂട്ടി വേറെ ഉണ്ട്. എന്താണ്? കംപ്ലീറ്റ് ആളുകൾക്കും വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയും അവർക്ക് കൃഷ്ണാബോധം കൊടുക്കുകയും ഭഗവാനാണ് സുപ്രീം, നാരായണനാണ് സുപ്രീം, ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണമെന്നുള്ള അറിവ് കൊടുക്കലാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പ്രഭുപാദ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ആർക്കും കൃഷ്ണാബോധം ഇല്ല, ഭഗവാന്റെ സേവ എന്തെന്ന് അറിയത്തില്ല. കലിയുഗമാണ്, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്കിത് ഈ ഒരു നോളജ് കിട്ടിയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് സേവ ചെയ്യുക. ഈ കിട്ടുന്ന ഈ ജന്മം എങ്ങനെ ഗുരുമഹാരാജിന്റെ സേവയ്ക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഭഗവാന്റെ സേവയ്ക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? പൃഥു മഹാരാജ് അവസാനം പറയുന്ന പോലെ പൃഥു മഹാരാജ് അവതാരം എടുക്കുകയും അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ, ജനങ്ങൾക്ക് ക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുവഴി സിറ്റിസൺസ്, അവിടുത്തെ ആളുകളെല്ലാം ഭയങ്കര സന്തോഷപ്പെടുകയും പിന്നെ അത് മാത്രമല്ല ഭൂമി വളരെ മനോഹരമാക്കി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, അപ്പോൾ ഇതിനു മുന്നേ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതിനു മുന്നേ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൃഥു മഹാരാജിൻ്റെ അച്ഛനാരാണ്, പൃഥു മഹാരാജിൻ്റെ അച്ഛൻ്റെ അച്ഛനാരാണ്, അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 4ാമത്തെ ക്യാൻഡോയിൽ 21ാമത്തെ ചാപ്റ്ററിൽ പൃഥു മഹാരാജിൻ്റെ വളരെ മനോഹരമായ പൃഥുചരിതം വളരെ മനോഹരമായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് കുറച്ച് പോയിന്റുകൾ എനിക്കിവിടെ അതിനകത്ത് പറയാനുള്ളത്. ഞാൻ ജയസാക്ഷി പ്രഭുവിൻ്റെ ക്ലാസ് കേൾക്കുകയായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്,
നവവിധ ഭക്തിയിൽ, നമുക്ക് നവവിധ ഭക്തി എല്ലാവർക്കും ഒരുവിധം അറിയാം. നവവിധ ഭക്തിയിൽ അർച്ചനം എന്നുള്ള ആ ഒരു ഭക്തി വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാമ്പിളായിട്ടിരുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും ഓക്കെ, ഇന്ന് അർച്ചനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിളായിട്ടിരുന്ന ആളാണ് പൃഥു മഹാരാജ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ശ്രീമദ് ഭാഗവതം പൃഥു മഹാരാജിനെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പൃഥു മഹാരാജ് എങ്ങനെയായിരുന്നു അതുപോലെ ഓരോ മനുഷ്യരും പൃഥു മഹാരാജിനെ ഫോളോ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ വന്നിട്ട്, അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വേനൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ഈ വേനൻ എന്ന് പറയുന്ന രാജാവിന്റെ അച്ഛനായിരുന്നു അംഗമഹാരാജാവ്. അങ്കൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അംഗമഹാരാജ വന്നിട്ട് വളരെ ഒരു ശ്രേഷ്ഠനായ രാജാവായിരുന്നു. അദ്ദേഹത്തിന് വന്നിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു. ഭഗവാന്റെ വളരെ നല്ല ഭക്തനായിരുന്നു. നാരായണന്റെ വളരെ നല്ല ഭക്തനായിരുന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹം രാജ്യത്തിന് കൊടുക്കുമായിരുന്നു, പ്രജകൾക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട്, അത് ഒരു പരാതി വരാത്ത രീതിയിൽ സ്നേഹം വരുമ്പോൾ സ്നേഹിച്ച് തന്നെ രാജാക്കളുടെ അല്ല പ്രജകളുടെ കൂടെ നിൽക്കും. വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയേണ്ട ആളുകൾ വഴക്ക് പറയും. ഈ സ്വാർത്ഥത എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അംഗമഹാരാജാവിന് അങ്ങനെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് അടുത്ത ഒരു തലമുറ ഇല്ല. അദ്ദേഹത്തിന് ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഇപ്പോഴത്തെ കാലം നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് തന്നെ പേഴ്സണലി അറിയാമെന്നുള്ള ഒരു ഫാമിലി ഉള്ളെങ്കിൽ അവർ തമ്മിൽ ഡിസൈഡ് ചെയ്തു എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. അപ്പോൾ ജയശേഷം പ്രഭുവിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ഇല്ല എന്ന് തീരുമാനിക്കുമ്പോൾ, അല്ല കുഞ്ഞുങ്ങൾ ഒരു വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത് ഫാഷനായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അംഗമഹാരാജാവിന്റെ പത്നി വന്നിട്ട് യമധർമ്മന്റെ മകളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം പോയിട്ട് നാരായണനെ പ്രാർത്ഥിക്കും, തപസ് ചെയ്യും, പ്രാർത്ഥിക്കും. നാരായണ ഭഗവാനെ ഇങ്ങനെയാണ്, എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറ്റും? അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്താണ്? ഉടനെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കും എന്നുള്ളത്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിന്റെ പേരാണ് വേനൻ. വേനൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ എന്ത് പറയാൻ, നിർഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛപ്രകാരമാണെന്നും പറയാം. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തന്നെ വളരെ എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ് ഈ കുഞ്ഞ് കാണിക്കുന്നത്. വേനൻ എന്ന് പറയുന്ന ഈ കുഞ്ഞ് അതേമാതിരി ആസുരിക സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ഡിവോട്ടി എൻ്റെ അടുത്ത് ഡിസ്കഷനിൽ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേനൻ യമധർമ്മന്റെ മകളുടെ കുഞ്ഞും കൂടെയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് വളരെ പ്യുവർ ആണെങ്കിലും വേനന്റെ അതായത് യമധർമ്മന്റെ മകൾ കുഞ്ഞിരുന്ന് ഈ യമധർമ്മൻ ആൾക്ക് ശിക്ഷ കൊടുക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് ഈ വേനൻ വന്നിട്ട് ഈ ഒരു ആസുരിക സ്വഭാവം വന്നത്, ഈ ക്രൂവൽ മെന്റാലിറ്റി വന്നതെന്ന് പറയുന്നുണ്ട്. ഈ വേനൻ വന്നിട്ട് കൊച്ചിൽ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളുടെ കളിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ വേനൻ തോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് കളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ജയിക്കും, തോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ കുട്ടിയെ കൊന്നുകളയും. അത് വളരെ ക്രൂരമായിട്ട് കൊന്നുകളയും. ഇൻ കേസ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയും. അപ്പോൾ ഭയങ്കര ഒരു ക്രൂവൽ മെന്റാലിറ്റി ആയിരുന്നു. അത് മാത്രമല്ല, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇദ്ദേഹം എത്ര വിലക്കിയിട്ടോ ഇദ്ദേഹം പറഞ്ഞിട്ടോ ഈ കുഞ്ഞ് കേൾക്കുന്നില്ല. അപ്പോൾ അംഗമഹാരാജിന് ഭയങ്കര വിഷമമാവും. ഇത് എന്ത് ചെയ്തിട്ടും ഇതിങ്ങനെ മാറുന്നില്ലല്ലോ, ഈ സ്വഭാവം തന്നെ ഇങ്ങനെ പോകണല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാവും. എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മുനിമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി, സന്യാസിമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഭയങ്കര ഡിസ്റ്റർബൻസ്. കുറച്ചുകൂടെ ആരോഗ്യമായി, കാശ് വന്നു, ആരോഗ്യം വന്നു, പവർ കയ്യിലുണ്ട്, രാജപുത്രനാണെന്ന് പറഞ്ഞിട്ട് തെറ്റില്ലാത്ത രീതിയിൽ ആളുകൾ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി.
അപ്പോൾ മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ആയി. ഇത് സഹിക്കാൻ വയ്യാതെ കുറേ പറഞ്ഞ് ഈ വിഷമം സഹിക്കാൻ വയ്യാതെ അംഗമഹാരാജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഉപദേശിച്ച് നോക്കി, രക്ഷയില്ല. അതേ അവസാനം തീരുമാനം എടുത്തു. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഭഗവാനോട് ചോദിക്കണം, ഭഗവാനെ, കൃഷ്ണ, നാരായണ, അങ്ങ് എനിക്ക് പ്രാർത്ഥിച്ച് അങ്ങ് പ്രസാദമായിട്ട് തന്ന കുഞ്ഞാണിത്. ആ കുഞ്ഞിത് എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്ന് ഭയങ്കര വിഷമമായി ഇദ്ദേഹത്തിന്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇദ്ദേഹം ഈ ബ്രാഹ്മണന്മാരെയും ബാക്കിയുള്ളവർ ഉപദ്രവിക്കുന്ന അവർ ശപിക്കാൻ തുടങ്ങി. നശിച്ചു പോവും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ ശാപം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കണ്ട് അംഗമഹാരാജിന് ഭയങ്കര വിഷമം വന്ന് അദ്ദേഹം ഈ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിലും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലല്ല. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടക്കാം. അത് നമുക്ക് നല്ലത് നടക്കാം, ചീത്തയും നടക്കാം. നമ്മൾ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിഷമിക്കരുതെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാതെയല്ല, നമ്മൾ എന്തോ പാപം ചെയ്തതിന്റെ ഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. വേറെ ഒന്നുമല്ല, വേറെ ആരും അതിന് ഉത്തരവാദികളല്ല. നമ്മളപ്പോൾ ചെയ്യേണ്ട നമ്മുടെ ആ കൂൾനെസ് വിടാതെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുക. അത് മനസ്സിലാക്കുക ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ആ മീറ്റിങ്ങിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഈ കോൺഫ്ലിക്റ്റ് നടന്ന ഡിവോട്ടിയായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാന്റെ സേവ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ മായ നമ്മൾ പരീക്ഷിക്കും, ഭഗവാൻ തന്നെ നമ്മൾ പരീക്ഷിക്കും. നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതൽ എൻ്റെ സേവനത്തിലാണോ, അതോ നിങ്ങളുടെ സ്വന്തം കാര്യം ചെയ്യുന്നതിലാണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അജണ്ട നടപ്പാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഭഗവാൻ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മളൊക്കെ അത്രയ്ക്ക് പ്യൂരിഫൈഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്പോട്ട് വീഴും. ഭഗവാൻ ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് നമ്മൾ വീഴും. അപ്പൊ നമ്മൾ ഇന്നലെ സംസാരിച്ച മനസ്സിലായി, നമ്മൾ ഇപ്പൊ നിത്യം ഭാഗവതം പഠിക്കുന്നുണ്ട്, ഭാഗവതം ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും മായ നമ്മളെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ വരാൻ, നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ ചിലപ്പോൾ സഹിക്കാൻ കൂടി പറ്റത്തില്ല. ഇപ്പൊ അംഗമഹാരാജാവിന്റെ കാര്യം ആലോചിച്ചു. സ്വന്തം പുത്രൻ അദ്ദേഹം തപസ് ചെയ്ത് വരം മേടിച്ച് ജനിച്ച പുത്രനാണ്. ഭഗവാൻ സാക്ഷാൽ നാരായണം എന്ന് അനുഗ്രഹിച്ച പുത്രനാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, നമുക്ക് നമ്മുടെ ഒരു മകൻ വന്ന് നമ്മളെ ഡിവോട്ടീസിനെ ഉപദ്രവിക്കുക ഇങ്ങനെയല്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് സഹിക്കാൻ പറ്റും? അപ്പം അംഗമഹാരാജന് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും. അദ്ദേഹം തപസ് ചെയ്തു. ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഇതെന്തുകൊണ്ട് നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ഇതെൻ്റെ ഒരു ഇച്ഛയായിട്ട് അല്ലെങ്കിൽ ലീലയായിട്ട് കരുതിയാൽ മതി. നിനക്ക് ഈ മെറ്റീരിയൽ കാര്യങ്ങൾ ഈ കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിനക്ക് എന്താണ് സംഭവിക്കുന്നത്? നീ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും വിഷമം വരികയും രാജ്യം, ഭാര്യ, കുടുംബം എല്ലാം വിട്ട് നീ എന്നിൽ ശരണം പ്രാപിക്കാനായിട്ടാണ് ഞാനിത് ചെയ്തത്. ഇപ്പം നീ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എൻ്റെ ഇച്ഛപ്രകാരമാണ് നടക്കുന്നത്. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രാർത്ഥിക്കുക, വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വഴി നോക്കുക. അപ്പം നമ്മളും നമ്മളെ ലൈഫിൽ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരുപാട് വിഷമവും ദുഃഖവും വരാൻ നേരത്ത്, നമ്മളിൽ നിന്ന് ഓരോരുത്തർ മാറിപ്പോവാൻ നേരത്ത്, നമ്മൾ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരിക്കും. ചിലപ്പം ഡിവോട്ടീസിൽ തന്നെ വളരെ സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ അപ്പോഴേ പോയി ആ ഡിവോട്ടിയുടെ പാദത്തിൽ വീഴുക, ക്ഷമ. വൈഷ്ണവരുടെ അപരാധം ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്താൽ രക്ഷപ്പെടില്ലെന്നാണ്. നമ്മൾ ആ വൈഷ്ണവരുടെ പാദത്തിൽ വീഴുക, മാപ്പ് അപേക്ഷിക്കുക, അതിനെന്താണോ അടുത്ത് ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യുക. ഇവിടെ പ്രഭുപാദ് പറയുന്നതും സീനിയർ ഡിവോട്ടീസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് വിഷമമായിട്ട് വിചാരിക്കാതെ അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ പ്രാർത്ഥിച്ച് എങ്ങനെ നമുക്ക് തിരിച്ച് ഈ ജന്മത്തിൽ തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോവാം, അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്വഭാവം നമ്മൾ എങ്ങനെ നന്നാക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ഭഗവത്ഗീത, ഭാഗവതം, ചാൻഡിങ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗുരുമഹാരാജ് നമ്മളോട് പറയുന്നത് നമ്മുടെ ബേസിക് ബിഹേവിയർ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ബേസിക് ബിഹേവിയർ നന്നാവണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അംഗമഹാരാജാവ്
ഇത് ഭഗവാന്റെ അനുഗ്രഹം അനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യുകയും ക്ഷമിക്കണം, ഇത് കണ്ടിന്യൂ ചെയ്യുകയും അദ്ദേഹം ഭഗവാനെ സ്മരിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തിട്ട് അംഗമഹാരാജാവ് ശരീരം ഉപേക്ഷിച്ച് തിരിച്ച് ഭഗവാന്റെ അടുത്തെത്തുകയും ചെയ്തു. ആ സമയത്ത് എന്ത് പറ്റി? വേനൻ രാജാവായി. രാജാവല്ലാതിരുന്നപ്പോഴേ നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഭയങ്കര അക്രമമായിരുന്നു എന്ന് പറയും. ഇവിടെ എന്ത് പറ്റി? രാജാവായി. രാജാവായ പിന്നെ വല്ല രക്ഷയുണ്ടോ? രാജാവായതോടുകൂടി വേനൻ എന്ത് ചെയ്തു? എല്ലാ ക്ഷേത്രങ്ങളും അങ്ങ് അടച്ചു. ആദ്യം ചെയ്ത കാര്യം അതാണ്. ഇവിടെ പൂജയും പാട്ടും സങ്കീർത്തനവും ഒന്നും വേണ്ട, എല്ലാം നിർത്തിക്കുമെന്ന് പറഞ്ഞ് വിഷ്ണു ആരാധന കംപ്ലീറ്റ് നിർത്തി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഈ സന്യാസിമാരെയും മുനിമാരെയും ഈ ബ്രാഹ്മണശ്രേഷ്ഠരെയൊക്കെ എന്ത് ചെയ്ത് ഉപദ്രവിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല അവരെ അടിക്കുകയും ഇടിക്കുകയും തുറങ്കലടയ്ക്കുകയും, അതുമാത്രമല്ല എന്ത് ചെയ്തു, അവരെ കഠിനമായ ജോലികൾ എടുപ്പിക്കാൻ തുടങ്ങി. ഭഗവാന്റെ സേവയിൽ നിന്ന് മാറ്റിയിട്ട് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ്. ഭൂമി എന്തിനാണ് നമുക്ക് തരുന്നത്? ഭൂമിയുടെ ഏതെങ്കിലും മൂലയ്ക്കോ കോർണറിലോ അവിടെ വിഷ്ണുവിൻ്റെ കീർത്തി നടക്കുന്നുണ്ട്, നാരായണൻ്റെ കീർത്തി നടക്കുന്നുണ്ട്, നാരായണനെ പറ്റി പുകഴ്ത്തുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, എവിടെയാണോ ഭർത്താവിനെ പറ്റി നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കുന്നത്, ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം അവിടെയായിരിക്കും. അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ ചെയ്തു കൊടുക്കും. അതുപോലെ ഭൂമിയുടെ നാഥനായിട്ടുള്ള ഭഗവാൻ നാരായണനെ പറ്റി കീർത്തിക്കുന്ന സ്ഥലത്ത് ഭൂമി അതിൻ്റെതായ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുക്കും. അതിനാവശ്യമുള്ള കൊടുക്കും. എന്തുകൊണ്ട്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ധാന്യങ്ങൾ എല്ലാം ഭൂമി കൊടുക്കും. മഴ കൊടുക്കും, വെള്ളം കൊടുക്കും, ശുദ്ധജലം കൊടുക്കും, നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കും. ഇതെല്ലാം ഭൂമി ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ എന്താണ് പറ്റിയത്? നാരായണനെ കീർത്തിക്കുന്നത് അങ്ങനെ അങ്ങ് നിന്നു. അപ്പൊ എന്ത് പറ്റി? നാരായണനെ കീർത്തിക്കുന്നത് നടക്കാതിരുന്നപ്പോൾ ഭൂമി എന്ത് ചെയ്തു? പതുക്കെ പുറകോട്ട് വലിഞ്ഞു. ധാന്യങ്ങൾ കൊടുക്കുന്നത് നിർത്തി. കാരണം ഈശ്വര ചിന്തയേ ഇല്ല. ഈശ്വര ചിന്തയില്ലാതെ അത്രയ്ക്ക് ഉപദ്രവിക്കാൻ തുടങ്ങി. ആളുകൾ ഭഗവാനെ സ്മരിച്ചാൽ അപ്പോൾ ഉപദ്രവിക്കും. അപ്പോൾ എന്തു പറ്റി? ഭൂമി പുറകോട്ട് വലിഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നത് നിർത്തി. ഭൂമിയെല്ലാം വരണ്ടു, വെണ്ട് പിളർന്നു. അതുമാത്രമല്ല, ആഹാര സാധനങ്ങളില്ല, വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ധാന്യങ്ങളില്ല, എല്ലാം വെള്ളം ഇല്ലാതായപ്പോൾ ഇതെല്ലാം പോയി. അത് അവസാനം എന്ത് പറ്റി? എങ്ങനെയാണോ ഒരു എക്സാമ്പിൾ പറയുന്നത്, സൂര്യൻ വരുന്ന സമയത്ത് താമര വിടരുന്നത്, അല്ലെങ്കിൽ സൂര്യകാന്തി എഴുന്നേറ്റ് നിൽക്കുന്നത് വിടരുന്നത്, അതുപോലെ ഭഗവാൻ പോയപ്പോൾ ഇതെങ്ങനെയാണോ, സൂര്യൻ പോയപ്പോൾ എങ്ങനെയാണോ ഇത് അടഞ്ഞത്, അതുപോലെ ഭഗവാന്റെ നാമങ്ങൾ ഇല്ലാതായപ്പോൾ എന്ത് പറ്റി? ഭൂമി തന്നെ പുറകോട്ട് പോയി, എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി. ഇതിൻ്റെ ഒരു 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 ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോയപ്പോൾ ഈ മുനിമാർക്ക് എന്ത് മനസ്സിലായി? ഇത് ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇവരങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തിട്ട് ഇവർ മന്ത്രങ്ങളിലൂടെ, അവരെ പവറിലൂടെ ഈ വേനൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നുകളഞ്ഞു. അതായത് നശിപ്പിച്ചു കളഞ്ഞു. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ആളുകളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്, സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവര് വേനൻ എന്ന് പറഞ്ഞ രാജാവിനെ കൊന്നപ്പോൾ എന്ത് പറ്റി? ഓൾറെഡി ഈ ഫുഡും കാര്യങ്ങളും ഇല്ലാതെ കൊള്ളയും കൊലയൊക്കെ ഓൾറെഡി നടന്നു. പക്ഷേ ഈ വേനൻ എന്ന് പറയുന്ന രാജാവ് ഭയങ്കര ക്രൂരനായതുകൊണ്ട് ആളുകൾ കൊള്ളയും കൊലയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ശിക്ഷകളായിരുന്നു, കഠിനമായ ശിക്ഷകളാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഒരുവിധം ഒന്ന് കുറഞ്ഞു, എന്നാലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ രാജാവ് മരിച്ചതും ഓൾറെഡി കൊള്ളക്കാരും കൊലപാതകക്കാരും ആഹാര സാധനങ്ങളും ഇല്ല, ഒന്നുമില്ലാതിരിക്കുന്ന ആളുകൾ, അവരുടെ ക്രൂരതകൾ അങ്ങോട്ട് വീണ്ടും കൂടി. ഭയങ്കരമായിട്ട് ക്രൂരതകൾ കൂടിയപ്പോൾ എന്ത് പറ്റി? ഈ ഋഷിമാർക്ക് മനസ്സിലായി ഇനി എത്രയും പെട്ടെന്ന് ഭഗവാൻ വരാതെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ യജ്ഞങ്ങൾ ചെയ്യുകയും യാഗങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഭഗവാനടുത്ത് പ്രാർത്ഥിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്തിട്ട് ഈ വേനന്റെ ശരീരം ഇവർ കടഞ്ഞിട്ട് ആ ശരീരത്തിലുണ്ടായിരുന്ന ഈ പാപത്തിനെ വന്നിട്ട് എന്താണ് ചെയ്തത്? അവരുടെ തപശക്തിയിൽ ഇതിനൊരു പാപരൂപം കൊടുത്തിട്ട്, ഇതിനെ ഈ നിരീശ്വരവാദം എന്ന് പറയുമല്ലോ, ഈ ഭഗവാൻ ഇല്ല എന്നുള്ള ഇതിൽ ഈ നിരീശ്വരവാദം ഇതിനെ നോർത്ത് പോളിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് പറയണത്. നോർത്ത് പോളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ക്ലാസ് എടുത്ത പ്രഭു ദേശാക്ഷി പ്രഭു ഒരു തമാശയായിട്ട് പറഞ്ഞു വെച്ചാൽ, ഇനി ഈ നോർത്ത് പോളിലോട്ട് പോയത് അവിടെ നിന്നാണ് ഈ കമ്മ്യൂണിസം ഉണ്ടായത്, നിരീശ്വരവാദമൊക്കെ ഉണ്ടായത്.
ഇനി അവിടെ നിന്നാണോ അത് കമ്മ്യൂണിസം ആണോ ഇങ്ങനെ ഈ രീതിയിൽ വന്നതെന്നുള്ള രീതിയിൽ അത് തമാശ രൂപേണ അത് ഇങ്ങനെ പറയുകയുണ്ടായി. അതവിടെ നിൽക്കട്ടെ. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഭഗവാന്റെ ഈ ശരീരം അവർ പ്യൂരിഫൈ ചെയ്യുകയും ഭഗവാനടുത്ത് ഇവർ യജ്ഞങ്ങൾ ചെയ്യുകയും ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവിടെ ആ ശരീരത്തിൽ നിന്നിട്ട് നാരായണന്റെ അവതാരമായിട്ടുള്ള പൃഥു മഹാരാജും വന്നു, ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള അബ്ജി മാതാജിയും വരികയാണ് ചെയ്തത്. അതിനുശേഷം പൃഥു മഹാരാജ് വരികയും പൃഥു മഹാരാജ് വന്നതിന് ശേഷം രാജ്യം ഭരിക്കുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ വിളകളും ഇതും ചെയ്യാനായിട്ട് അദ്ദേഹം ക്ഷേത്രങ്ങളെല്ലാം തുറന്നു, നാരായണന്റെ കീർത്തനങ്ങളെല്ലാം വന്നു, യജ്ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെയാണോ സ്പിരിച്വൽ പ്രോസസ്സുകൾ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നിന്നിരുന്നത് അതെല്ലാം വീണ്ടും തുടങ്ങി. വീണ്ടും തുടങ്ങിയപ്പോൾ വീണ്ടും ഇത് തുടങ്ങിയിട്ടും ഭൂമി എന്ത് ചെയ്യുന്നില്ല, ഭൂമി വന്നിട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വെള്ളം വീണ്ടും വരുന്നില്ല, മഴ സമയത്ത് വരുന്നില്ല, വെജിറ്റബിൾസ് ധാന്യങ്ങൾ ഒന്നും ഇത് വരുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഭൂമിയെ ശകാരിക്കാനായിട്ട് ഒരു വാളും എടുത്തിട്ട്, ഞാൻ അങ്ങനെയാണ് വായിച്ചത് കേട്ടത്, ഒരു വാളും എടുത്തിട്ട് പോകും. പോകുന്ന സമയത്ത് ഭൂമി ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഇദ്ദേഹം പുറകെ പോവുകയും അവസാനം ഭൂമിയായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാവുകയും നാരായണന്റെ ഭജന എല്ലാ കാര്യങ്ങളും വീണ്ടും തുടങ്ങിയല്ലോ. അതിനുശേഷം ഭൂമി വന്നിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ഭൂമി വന്നിട്ട് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രഭുപാദ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഭൂമിയെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഈ ഭൂമിയെ വളരെ മനോഹരമാക്കി എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരു കണക്ഷൻ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. പ്രഭുപാദ് ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ സന്യാസിമാരെ പ്രാർത്ഥനയാൽ 9ാമത്തെ അവതാരത്തിൽ ഭൂമിയെ സംസ്കരിച്ചെന്ന് പ്രോസസ് ചെയ്യുന്നതാണ് പറയുന്നത്. നിരവധി ഉൽപ്പന്നങ്ങൾ വിളവ് ചെയ്യിപ്പിച്ച ഭഗവാൻ ഒരു രാജാവ് പൃഥുവിന്റെ ശരീരം സ്വീകരിച്ചു. അക്കാരണത്താൽ ഭൂമി മനോഹരവും ആകർഷകവുമായി തീർന്നു. അപ്പൊ പൃഥു മഹാരാജാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയെ ഇത്രയും മനോഹരമാക്കി മാറ്റിയത്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ട് അവിടെ നമ്മളങ്ങ് മനസ്സങ്ങ് അവിടെ അലിഞ്ഞു പോകും. വൃന്ദാവനത്തിലെ കാടുകള്, അതും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, നല്ല പുഴകള്, അരുവികള്. ഇനി നമ്മളിപ്പോ ഇനി അങ്ങോട്ട് പോകുമ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ നാരദ മുനി നടന്നു പോകുന്ന കുറച്ച് 5 വയസ്സായ കുട്ടി നടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ വർണ്ണിക്കും. മിനറൽസ് ഉള്ള സ്ഥലങ്ങള്, ഖനികള്, മനോഹരമായ പൂന്തോട്ടമുള്ള സ്ഥലങ്ങള്, ഇതെല്ലാം സൃഷ്ടിച്ചത് പൃഥു മഹാരാജാണ്. അപ്പൊ പൃഥു മഹാരാജ് വന്നിട്ട് ഭൂമിയെ കൾട്ടിവേറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കുകയും വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയും ചെയ്തു. അദ്ദേഹം വന്നിട്ട് നിസ്വാർത്ഥനായിരുന്നു. അദ്ദേഹം വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ അംഗമഹാരാജ് ഭരിച്ചതിനെ കാട്ടിലും വളരെ മനോഹരമായിട്ട് ഭരിക്കുകയും അദ്ദേഹം വേറെ എന്താണ് ചെയ്തത്, എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുത്തു. നാരായണ മന്ത്രങ്ങൾ എല്ലാ സ്ഥലത്തും വന്നു. അത് മാത്രമല്ല, ഭൂമി ദേവി ഭയങ്കര സന്തോഷമായി. അപ്പൊ എപ്പോ നോക്കിയാലും അവിടെ ഹാപ്പിനെസ് ആയിരുന്നു. ഈ വേദിക് പ്രോസസ് എല്ലാം അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലീലകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരൊക്കെയാണോ നാരായണനെ, ഭഗവാനെ, വിഷ്ണുവിനെ, കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത്, ആരൊക്കെയാണോ നമ്മൾ ഭഗവാന്റെ സേവ നല്ല രീതിയിൽ ചെയ്യുന്നത്, അവരെ വന്നിട്ട് ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അവരെ വന്നിട്ട് ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ യഥാസമയം ഭഗവാൻ ചെയ്യുകയും എങ്ങനെയാണോ അവരെ ഭഗവാനടുത്ത് എത്തിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഗുരുവിനെ ഭഗവാന്റെ പേഴ്സണൽ അസോസിയേറ്റ്സ്, ഭഗവാന്റെ കൂടെയുള്ളവർ, ഭഗവാൻ തന്നെ ഡയറക്റ്റ് അയക്കുകയും ചെയ്യും. എന്തിനാണ്? നമ്മളെ കൈ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇസ്കോണിൽ പൊതുവെ നമുക്ക് ഗുരുവിനെ ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി സീനിയർ ഭക്തന്മാർ, വൈഷ്ണവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗുരു വന്നിട്ട് അവരവരുടെ ശിഷ്യരെ ചൂസ് ചെയ്തെടുക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ശിഷ്യന്, ആ പർട്ടിക്കുലർ ശിഷ്യന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് വരെ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് തിരിച്ച് പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഗുരു തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ആ ശിഷ്യന് വേണ്ടിയിട്ട് തിരിച്ചു വരും, തിരിച്ചു വന്ന് നമ്മളെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്.
എന്നാൽ ഭഗവാന്റെ വളരെ പേഴ്സണൽ അസോസിയേറ്റ്സ്, ഭഗവാന്റെ ഡയറക്റ്റ് സേവ ചെയ്യുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് വരുന്നത്. നമ്മൾ ആരൊക്കെയാണോ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകണം, സേവ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഉറപ്പായിട്ടും ഭഗവാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ചെയ്യും. അതുമാത്രം ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പൃഥ്വി മഹാരാജിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറികൾ പറയുന്നുണ്ട്. ഫോർത്ത് ക്യാൻഡിലൊക്കെ പറയുന്നുണ്ട്. ദേവി പ്രഭുവിന്റെ വളരെ മനോഹരമായ ക്ലാസ്സുകളുണ്ട്. നമ്മളും പലരും ദേവികനന്ദൻ പ്രഭുവിന്റെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പൃഥ്വി മഹാരാജിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വി മഹാരാജ് രാജസൂയ യജ്ഞം ചെയ്യുകയും അശ്വമേധ യജ്ഞം ചെയ്യും. 1000 അശ്വമേധ യാഗം യജ്ഞമാണ്, അത് 100 എന്തോ കണക്കെനിക്ക് ഓർമ്മയില്ല, 1000 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 1000 അശ്വമേധ യാഗം ചെയ്യുകയും 999 തവണ അദ്ദേഹം വളരെ സക്സസ്ഫുള്ളി ചെയ്യുകയും അവസാനത്തെ തവണ ചെയ്യാനായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സ്ഥാനം പോകുമെന്ന് പറഞ്ഞിട്ട് ഈ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇത് കുറേ തവണയാകുമ്പോൾ അവസാനം സഹിമുട്ടിയിട്ട് മാക്സിമം ടോളറൻസ് ലെവൽ കഴിയുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വന്നിട്ട് ഞാൻ ഇനി ഇന്ദ്രനെ കൊല്ലാൻ പോവുകയാണ്, ഇന്ദ്രൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രോബ്ലം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ ബ്രാഹ്മണന്മാരെന്ത് പറയും? ബ്രാഹ്മണന്മാർ പറയും, രാജാവ് അങ്ങ് വളരെ വളരെ നല്ലൊരു രാജാവാണ്, അങ്ങ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ കർത്തവ്യം നമുക്ക് തരൂ. ബ്രാഹ്മണന്മാരെന്ത് പറയും? ശരി, നമ്മളത് നമ്മൾ ഇന്ദ്രന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ യജ്ഞം ചെയ്തിട്ട് എങ്ങനെയാണോ വേനന് ശരീരം ഉപേക്ഷിപ്പിച്ച് അതുപോലെ കൊന്നത്, അതുപോലെ അവസാനത്തെ ആ യജ്ഞത്തിന്റെ അവസാനത്തെ പ്രോസസ്സ് ചെയ്ത് ഇന്ദ്രനെ കൊല്ലാൻ പോണതും ബ്രഹ്മദേവൻ വരികയും ബ്രഹ്മദേവൻ വന്നിട്ട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ബ്രാഹ്മണരല്ലേ എന്ന് സംസാരിക്കുകയും അതിനുശേഷം ആ കോൺവെർസേഷനിൽ അവസാനം ഇന്ദ്രൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുകയും പൃഥ്വി മഹാരാജന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് പൃഥ്വി മഹാരാജന്റെ കാലിൽ വീഴുകയും ചെയ്യും. ആ സമയത്ത് ഈ എൻവിയസ് ആയിട്ട് ഒരു അസൂയയും ഇല്ലാതെ അദ്ദേഹം പൃഥ്വി മഹാരാജനോട് ക്ഷമിക്കുകയും ആ ഒരു ഡിസ്കഷൻ വളരെ മനോഹരമായിട്ട് ദേവി പ്രഭുവിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതായത് 2 ഡിവോട്ടീസ് എങ്ങനെയാണ് ഭക്തന്മാർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അത് ടോളറേറ്റ് ചെയ്ത് പോകണം, അത് എങ്ങനെ ഏത് രീതിയിൽ ഭഗവാന്റെ വഴിയിലൂടെ കൊണ്ടുപോകണം എന്നുള്ള വളരെ മനോഹരമായിട്ട് ദേവി പ്രഭു ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് വലിയൊരു ക്ലാസ്സാണ്. നമുക്കിപ്പോൾ സമയമായി. ഒരു ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഇന്ന് 7 മണിക്ക് ദേവി പ്രഭുവിന്റെ ക്ലാസ് ഉണ്ട്. പ്രഭു 7 മണിക്കാണോ 7:30ക്കാണോ? സംഘർഷം പ്രഭു ഉണ്ടോ? ഞാൻ പോസ്റ്റ് ഓർക്കുന്നില്ല. 7 മണി പ്രഭു, 7 മണി. 7 മണിക്കാണ്. അപ്പൊ അതിന്റെ സൂം ലിങ്ക് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. ആരും മിസ്സാവരുത്. ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലാണ് ക്ലാസ്, പക്ഷെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് പങ്കെടുക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഇൻസ്ട്രക്ഷൻസ് ആണ്, നമുക്ക് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ദേവി പ്രഭു നമുക്ക് തരുന്നത്. ഹരേ കൃഷ്ണ. പ്രഭു സെയിം സൂം ലിങ്ക് ആണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. സെയിം സൂം ലിങ്ക് ആണ്. എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യുക. 7 മണിക്കാണ് ഇന്ന് കയറിയ അതേ സൂം ലിങ്ക്. അപ്പൊ ഹരേ കൃഷ്ണ. എല്ലാവരും ദേവകിനന്ദൻ പ്രഭു കറക്റ്റ് 7 മണിക്ക് ജോയിൻ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് മുമ്പ് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും ഇന്ന് മിസ്സാവരുത്. ഗുരുമഹാരാജിന്റെ ഫിസിക്കൽ പ്രസൻസ് നമുക്കില്ല, പക്ഷേ ഗുരുമഹാരാജിന്റെ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് ദേവി പ്രഭുവിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗുരുമഹാരാജ് ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് പോയത് ദേവിക പ്രഭുവിനെയാണ്. ലിറ്ററലി പറഞ്ഞാൽ നമുക്ക് ഗുരുതുല്യനാണ് അദ്ദേഹം. അപ്പം എല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ 10 മിനിറ്റ് മുന്നേ തന്നെ ജോയിൻ ചെയ്യുക. എല്ലാവരും റെഡി ആയിരിക്കുക. നോട്ട്സ് എല്ലാം വെച്ചേക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. നമുക്ക് എന്തൊക്കെ പ്രാക്ടീസ് ലൈഫിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ചെയ്യുക. ബാക്കിയുള്ള ഡിവോട്ടീസിന് ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡിവോട്ടീസിൻ്റെ അടുത്ത് സംസാരിക്കുക, അവരുടെ പാദങ്ങളിൽ വീഴുക. അത് മറക്കാനായിട്ടുള്ള ശ്രമം ഇപ്പം എങ്ങനെയാണോ ഇവിടെ പൃഥ്വി മഹാരാജ് നമുക്ക് കാണിച്ചു തന്നത്, അതുപോലെ നമുക്കും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. പ്രഭുവിന്റെ എല്ലാ ഹരേ കൃഷ്ണ ബ്രോ. നല്ല ക്ലാസ് ബ്രോ. ഹരേ കൃഷ്ണ. കൃഷ്ണകൃപ. കൃഷ്ണകൃപ. ഗുരുകൃപ. നല്ല ക്ലാസ്, നന്നായിരുന്നു. താങ്ക് യു പ്രഭു. നല്ല സ്റ്റോറീസ് ആയിരുന്നു. നല്ല സ്റ്റോറീസ് ബ്രോ. ഹരേ കൃഷ്ണ. എല്ലാ പ്രാവശ്യവും ചക്രപ്രഭുവിന്റെ ക്ലാസ്സിൽ സ്റ്റോറി ഉണ്ടാവും. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ ബ്രോ. ഹരേ കൃഷ്ണ.
വേറെ കമന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ക്ലോസ് ചെയ്യാം.